ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ബ്രൈഡ് ടു ബി കേക്കിൻ്റെ ഡിസൈൻ കണ്ടാലോ? അപ്പോൾ ഇത് ഒരുപാട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്തിടാനൊക്കെ കുറച്ച് താമസിച്ചു, കുറേ കാര്യങ്ങളുകൊണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഈ ഓർഡർ തന്നത് വിഷ്ണുപ്രിയയാണ്. ഈ ഒരു അവസരത്തിൽ വിഷ്ണുപ്രിയയ്ക്ക് ഒരുപാട് താങ്ക്സ് പറയുന്നു. അതുപോലെ വിഷ്ണുപ്രിയയായിട്ടുള്ളൊരു പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണ് അമ്മയുടെ കണ്ണിൻ്റെ സർജറിക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നതാണ്. അപ്പം വിഷ്ണുപ്രിയയുടെയും മുത്തശ്ശിയുടെ കണ്ണിൻ്റെ സർജറി ആയിരുന്നു. അപ്പം ആളാണ് കൂടെ നിൽക്കാൻ വന്നത്. അപ്പോൾ കുറേ ഫ്രണ്ട്സിനെ അവിടെ വെച്ച് കിട്ടി. നല്ല വൈബായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹോസ്പിറ്റലിൽ വെച്ചൊക്കെ എന്താ വൈബെന്ന്. അങ്ങനെയല്ല കേട്ടോ. അപ്പം ഇവരെ സർജറി കഴിഞ്ഞിട്ട് ICUവിൽ കിടത്തുന്ന സമയത്ത് നമുക്ക് നിൽക്കാനോ അവിടെ നിൽക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചു. വളരെ എൻജോയ് ചെയ്തു കേട്ടോ ആ ഒരു സമയം. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ അവരെല്ലാം ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. അപ്പോൾ ഇതൊരു 2 ഷെയ്ഡ് കേക്കാണെന്ന് പറയുന്നത്, ഡബിൾ ഷെയ്ഡിൻ്റെ കേക്കാണ്. അപ്പോൾ ഒരു റെഡും വൈറ്റും ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ആ ബോർഡറിലൊക്കെ ഒരു ഗോൾഡൻ ടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ആ ഒരു റെഡിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രഷ് ഫ്ലവറോ ആർട്ടിഫിഷ്യൽ ഫ്ലവറോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ക്രീം വെച്ചിട്ട് തന്നെ ഫ്ലവർ ചെയ്ത് ഇട്ടിരിക്കുക കേട്ടോ. അപ്പം ഈ ക്രീം ഫ്ലവറിൽ 2, അതായത് ഒരു വൈറ്റും റെഡൂടെ കളർ വരത്തക്ക രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ സ്പ്രേ കളർ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. 2 ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഞാൻ ഫ്രഷ് ലീഫാണ് വെച്ച് കൊടുക്കുന്നത്, ഒരു ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇതിൻ്റെ ബോട്ടത്തിലായിട്ട് ചെറിയൊരു പേൾ ഡിസൈൻ പോലെ വരത്തക്ക രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ തരണം കേട്ടോ. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് കുറേ വീഡിയോസ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്ന് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ അതൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു ഓൾ. ബൈ.